മനോരമയിലെ എഡിറ്ററായ ശ്രീ ഫ്രാൻസിസ് നമുക്ക് അയാളെ വിളിക്കാം. അതെ, നമുക്ക് അടുത്ത അതിഥിയായി എത്തിയിരിക്കുന്നത് ശശിയേട്ടനോടൊപ്പം യൂണിവേഴ്സൽ ആർട്സിൽ പഠിച്ച ശശിയേട്ടനെ വരയുടെ ആദ്യ അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥൻ്റെ മകനാണ്. ശശിയേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ മനോരമയിൽ എഡിറ്ററായി വർക്ക് ചെയ്യുന്ന ശ്രീ ഫ്രാൻസിസ് ആണ് നമ്മുടെ അടുത്ത അതിഥി. വരവേൽക്കാം നമുക്ക് അദ്ദേഹത്തെ. ഒരുപാട് കാലത്ത് കാണുന്നതാണ് അല്ലേ? 5-6 വർഷമായി തോന്നുന്നു അല്ലേ? ഇനി ഫ്രണ്ട് ഉണ്ടാകുന്ന ഉപയോഗിക്കാൻ ശശിയേട്ടൻ പറയുന്നത് വളരെ കുറച്ച് സുഹൃത്തുക്കളെ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ്. പലരും പിന്നെ ഈ കണക്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ കാലം കൊണ്ട് മറന്നു പോകില്ല. പക്ഷേ ചേട്ടൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സുഹൃത്തായിരുന്നു. എന്താണെന്നറിയോ, ഇവന് എന്നോട് ഫേസ് ചെയ്യാൻ വിഷമമുണ്ട്. കാരണം ഇവൻ ഇതിൻ്റെ ബ്രഹ്മൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്തെ ബീച്ചിൽ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടാണ് ഇതൊക്കെ അഭിനയിപ്പിക്കുക. അത് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് കിടക്ക്. അപ്പം ഇവൻ പറയും ഞാൻ സിനിമാ സംവിധാനമായി കഴിഞ്ഞാൽ നിന്നെ മെയിൻ റോളിലാക്കുന്നു പറഞ്ഞു. ഇപ്പം ഞാൻ ആക്കിയിട്ട് കാര്യമില്ല, വയസ്സും പ്രായമായി. പക്ഷെ ആ വാക്ക് പാലിച്ചില്ല ഇതുവരെ അല്ലേ? ആ വാക്ക് മാത്രം പാലിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടാവും എപ്പോഴും. വിഷമല്ല, സന്തോഷം. വാക്ക് പാലിച്ചില്ലല്ലോ എന്നുള്ള സന്തോഷം. ഈ കാരണം ഈ ശശിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഈ സിനിമയുടെ ഭ്രമം കാരണം അപ്പൊ ശശിക്ക് ഒരാളെ കിട്ടണല്ലോ. അപ്പോ എന്നോട് പറയും നീ അങ്ങോട്ട് നടക്ക്. അപ്പോഴേക്കും ഈ മറ്റേ സൂര്യന്റെ വെളിച്ചമൊക്കെ വേറെ തരത്തിലായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കാലുണ്ടായിരുന്നു. അതിനേക്കാളും രസകരമായ സംഭവം ഈ ശശിയുടെ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശശി സിനിമ ഫീൽഡിൽ പോകുന്ന ഞങ്ങളുടെയൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ശശി ഇങ്ങനൊരു ഫീൽഡിൽ ശോഭിക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ശശി എങ്ങനെയാണ് ഭയങ്കരമായി രക്ഷപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ശശി ആദ്യം ഈ കോന്നനാട്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് കലാസംവിധാനമായിട്ടാണ് പോകുന്നത്. അങ്ങനെ കണ്ണൂർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു സിനിമ, കണ്ണൂർ ഡീലക്സ്, അത് വന്നപ്പോൾ ഇവൻ്റെ പേര് വരുന്നുണ്ട്, കലാസംവിധായകൻ എന്നുണ്ട്. എന്നെ കോഴിക്കോട് രാധാ തിയേറ്ററിലേക്ക് ഇവൻ 6 തവണ കൊണ്ടുപോയി ഇത് കാണിക്കാൻ. 6 തവണ കൊണ്ട് 6 തവണ ഞാൻ കണ്ടില്ല. പേര് പെട്ടെന്ന് പോവും, പെട്ടെന്ന് പേര് പോയി. അപ്പോൾ അവസാനം 6ാം തവണ അവൻ ചോദിച്ചു നീ കണ്ടോ ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കൊണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ ആൻ്റണി മാഷ്, കെ പി ആൻ്റണി മാഷ് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഹരിഹരനും ഇവരൊക്കെ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരാണ്. പക്ഷെ ശശിയോടുള്ള ഒരു സ്നേഹവും ഇതൊക്കെ വേറെ ആരോടും ഇല്ല. ഇപ്പോൾ ശശി സിനിമാ രംഗത്തൊരു വലിയ മുതൽക്കൂട്ടായെങ്കിലും ഈ ചിത്രകാരന്മാരുടെ ഒരു ഭയങ്കര നഷ്ടമാണ്. കാരണം ഏറ്റവും നല്ലൊരു പെയിൻ്ററായിരുന്നു. ഇതാ ഇവിടെ മരയിലെ ആ താറാവുകളുടെ കൂട്ടത്തിൽ വെച്ച് ഒരു അടി നടക്കുന്നുണ്ടല്ലോ, ആ ഫ്രെയിമിൻ്റെ ഒരു ഭംഗി അത് കണ്ട എൻ്റെ ഫാദർ മരിച്ചത് ഒരു വിലക്കാരൻ, അത് അവന് മാത്രമേ പറ്റുമെന്ന് പറഞ്ഞു. ഈ ഉത്സവം എന്ന് പറഞ്ഞൊരു ചിത്രം ശശി വരച്ച് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ചിത്രം എന്ത് മനോഹരമാണെന്ന് പറയാം. കംപ്ലീറ്റ് നമ്മൾ ആ നാട്ടുമ്പുറത്തെ ഉത്സവം കാണുന്ന ആ ഒരു കംപ്ലീറ്റ് സാധനങ്ങളായാലും എൻ്റെ പഴയത്തെ പടങ്ങൾ ക്രൗഡഡ് ഭയങ്കരമായി. ഈ ശശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശശിയുടെ ഒരു ടോട്ടാലിറ്റിയാണ്. ഈ കാര്യങ്ങൾ കാണുന്നതിനുള്ള ഒരു ടോട്ടാലിറ്റി. അത് ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെയാണ് അയാളുടെ ഓരോ ഫ്രെയിമും. ആ ഒരു കഴിവിനെ സിനിമയുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നല്ലാതെ പിന്നീട് അധികം വരയ്ക്കുകയോ സിനിമയിൽ ഞാൻ ഷെറിഫ് പറഞ്ഞില്ലേ, മദ്രാസിൽ നിന്ന് വരയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ ബിസി ആയപ്പോഴത്തേക്കും ബ്രഷ് എടുക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ പണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് കള്ളന്മാരുടെ കൂടെ എന്നുള്ള ഒരു സീരിയലുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പരമ്പര. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഗാന്ധിനഗറിൽ തമിഴ്നാട്ടിൽ അവിടെ ചെന്ന്, അപ്പോൾ അവിടെ കള്ളന്മാരുടെ ഒരു ഗ്രാമമാണ്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളനാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉള്ള എല്ലാവരും കള്ളന്മാരാ. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, എല്ലാവരും കള്ളന്മാരാ. പഞ്ചായത്ത് മെമ്പറും ഒക്കെ കള്ളനാ. അപ്പം ഈ
ഇയാളെ എന്നോട് വന്ന് ചോദിച്ചു, ഇവർക്ക് എല്ലാ ഭാഷ അറിയും. അതായത് ഇവര് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ കള്ളന്മാരുടെ താമസ സ്ഥലത്തിന്റെ പേരാണോ ഗാന്ധിനഗർ എന്ന്? ആ ഗാന്ധി. അപ്പം അവിടെ ചെന്ന് അപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. അപ്പം ചെരുപ്പിട്ടിരുന്ന് ഞങ്ങൾ ചെരുപ്പിട്ട് കയറി ചെന്നപ്പോൾ തന്നെ അയാൾക്കൊരു സംശയമായി, ഇതെന്താ ഇവർ ചെരുപ്പിട്ട് കയറി വരണം എന്നുള്ളൊരു മട്ടില്ല. അപ്പോൾ ഇയാളൊരു കസരമിരിക്കുന്നു, കുറെ ആൾക്കാർ കട്ടുമ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറെ കള്ളന്മാർ, കള്ളന്മാരായിരിക്കും. അപ്പോൾ ഇയാള് ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ മലയാളികളാണ്, മനോരമയെന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചു, മറ്റേ 1921 കണ്ടിട്ടുണ്ടോന്ന് മലയാളത്തിൽ? ഓ ശരി, KTCയുടെ പടല്ലേ, ആദ്യം ചോദിച്ചത് മണി ഫിലിംസ് 1921 കണ്ടിട്ടുണ്ടോന്ന്. അപ്പോൾ ഞാൻ ഞങ്ങൾ സിനിമ കാണും, പിന്നെ ഞങ്ങൾ മലയാള സിനിമ കാണും. ശശിയുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല ട്രിക്കൊക്കെ കിട്ടുന്നു. ശരി, മോഷണത്തിന് പറ്റിയ ചില ട്രിക്സ് ഒക്കെ സിനിമയിലുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന സാധനത്തിന് നമുക്കൊരു ഒരു ഒരു വ്യത്യാസമൊക്കെ വരുത്താനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ശശി നമ്മുടെ ഒരു അടുത്തൊരു സുഹൃത്താണ്, അയാൾ അങ്ങനത്തെ ഒരു ആളല്ലല്ലോ. അതല്ല അയാൾ അങ്ങനെ ആയിട്ടില്ല, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ചില ഐഡിയാസ് ഒക്കെ വരും. അപ്പോൾ എങ്ങനെയൊക്കെ ആളുകൾക്ക് ഐഡിയാസ് വരുന്നത് നമുക്കറിയില്ല. ശശി ഇതൊക്കെ പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര മണ്ടനാണേ. പഠിക്കാൻ മിടുക്കരാന്ന് പറയാൻ പോയത് 9ാം ക്ലാസ്സിൽ തന്നെ എത്ര തവണ തോറ്റുണ്ട്. പക്ഷെ വേറെ കാര്യം, ഇവൻ്റെ അതിലല്ല അവൻ്റെ ശശിയുടെ സാധനം വെറുതെ ക്ലാസ്സിലുള്ള ഈ എഴുതി വെച്ചത് പഠിക്കില്ല, ആ ക്രിയേറ്റിവിറ്റിയാണ് ശശിയുടെ ഏറ്റവും വലിയ കഴിവ്. അത് ശശി പഠിപ്പിച്ച അധ്യാപകർക്കായാലും ശശിയായിട്ട് പെരുമാറിയിട്ടുള്ള എല്ലാവർക്കും ശശിയോടുള്ള ഒരു ബഹുമാനം ഇവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഏതായാലും ഐ.വി. ശശി എന്ന സംവിധായകൻ്റെ സാങ്കല്പിക ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം അഭിനയിച്ച നടനാണ് അങ്ങ്. ഐ.വി. ശശി എന്ന പേര് കാണാൻ 6 പ്രാവശ്യം തിയേറ്ററിൽ പോയ സുഹൃത്താണ്. പിന്നീട് ഒരു പ്രാവശ്യം പോലും പോകാതെ നമ്മൾ എവിടെയൊക്കെയോ ആ പേരുകൾ കണ്ടു അല്ലേ. ആ ഒരു കലാകാരൻ്റെ വലിപ്പം അത്ര തുടക്കത്തിൽ നിന്നും കണ്ട ആ സുഹൃത്തിന് ഇവിടെ വന്നതിനും ഞങ്ങളോടൊപ്പം ഇത്രയും നല്ല നിമിഷങ്ങൾ പങ്കിട്ടതിനും ഒരുപാട് നന്ദി.